നമസ്കാരം. അമേരിക്കയിലെ ഡീപ് സ്റ്റേറ്റും US സർക്കാരും ചേർന്ന് വെള്ളവും വളവും നൽകുന്ന മണിപ്പൂരിനെ ശുദ്ധീകരിക്കുക എന്നത് പൂ പറിക്കുന്ന പോലെ ഈസിയായ ഒരു പണിയല്ല. കാരണം അവിടെ വിഘടനവാദികൾക്ക് ലഭിക്കുന്നത് മിലിറ്ററി ഗ്രേഡിൽപ്പെട്ട ആയുധങ്ങളും അതിന്റെ വിദഗ്ധ പരിശീലനവുമാണ്. മണിപ്പൂരിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് അമേരിക്കയും ഡീപ് സ്റ്റേറ്റും മണിപ്പൂരിൽ സംഘർഷം ആളിക്കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനും സൈനിക കേന്ദ്രം ആക്രമിക്കാനും സൈന്യത്തെ തന്നെ ആക്രമിക്കാനും ഈ വിഘടനവാദികൾക്ക് മടിയില്ലാത്തത് അത്തരം പരിശീലനം അവർക്ക് ലഭിച്ചതുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ വിമാനത്താവളത്തിൽ വെച്ച് NIA അറസ്റ്റ് ചെയ്ത CIA ഏജന്റായ മാത്യു വാൻ ഡെക് മണിപ്പൂരിലെയും അതോടൊപ്പം തന്നെ മിസോറാമിലെയും വിഘടനവാദികളെ മ്യാൻമാറിൽ പരിശീലിപ്പിക്കാൻ എത്തിയതാണ്. സാധാരണഗതിയിൽ സൈന്യം മാത്രം ഉപയോഗിക്കുന്ന ആയുധങ്ങൾ, അത്യാധുനിക യൂറോപ്യൻ ഡ്രോണുകൾ, ഇലോൺ മസ്കിന്റെ സ്റ്റാർലിംഗ് ഉൾപ്പെടെയുള്ള സാറ്റലൈറ്റ് ഇന്റർനെറ്റ്, വിഘടനവാദികൾക്ക് പരിശീലനം മ്യാൻമാറിലാണ്. അതും അമേരിക്കൻ സൈന്യത്തിലോ ഇന്റലിജൻസ് ഏജൻസികളിലോ പണിത് തഴക്കവും പഴക്കവും സിദ്ധിച്ചവർ. ആയുധങ്ങളും ഡ്രോണുകളും സാറ്റലൈറ്റും എന്നിങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്. അത് ഏത് രീതിയിൽ പ്രയോഗിക്കണമെന്ന് കൃത്യമായി തന്നെ ഈ CIA ഏജന്റുമാർ പഠിപ്പിക്കുന്നുണ്ട്. ഇവർ പരിശീലനത്തിന് ശേഷം സംഘമായി മണിപ്പൂരിൽ എത്തുന്നു. അവിടെ കലാപം അഴിച്ചുവിടുന്നു. സൈന്യത്തെ വരെ ആക്രമിക്കാൻ ശേഷിയുള്ളവരായി കലാപകാരികൾ മാറുന്നു. ഇവർ പിന്നണിയിൽ നിൽക്കുമ്പോൾ ഇന്ത്യൻ സൈന്യത്തെ നേരിടാൻ മുൻപന്തിയിൽ നിൽക്കുന്നത് സ്ത്രീകളും. സൈന്യത്തിന്റെ നിസ്സഹായത ഇവിടെയാണ് ഉണ്ടാവുന്നത്. ഒന്ന് ലാത്തി വീശിയാൽ, വെടിയുതിർത്താൽ സ്ത്രീകളെ കൂട്ടക്കുരുതി ചെയ്തു എന്ന് പറഞ്ഞ് ചാടിവിടാൻ ഡീപ് സ്റ്റേറ്റ് ചോറ് നൽകി വളർത്തിയ വാലാട്ടികളായ മാധ്യമങ്ങളും NGO സംഘടനകളും നിറയെ നിൽക്കുന്നുണ്ട്. അവർക്കും ഇതുപോലെ പൈസകൾ ലഭിക്കുന്നുണ്ടാകും. കാരണം മാധ്യമങ്ങൾക്ക് പണം മാത്രം മതി. സാമൂഹ്യ സേവനം എന്ന് പറഞ്ഞ് വിദേശത്ത് നിന്ന് കോടികളുടെ ഫണ്ട് വാങ്ങി ഇവിടെ നടത്തുന്നത് മതപരിവർത്തനവും സർക്കാർ സംവിധാനങ്ങളെ അട്ടിമറിക്കലുമാണ്. മതപരിവർത്തന ലോബിയും ഇവിടെ സജീവമായി തന്നെ രംഗത്തുണ്ട്. അവരുടെ ശൃംഖല ശക്തമാണ്. ഇവർക്കെതിരെ നടപടിയെടുത്താൽ ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നുവെന്ന് പറഞ്ഞ് ചാടി വീഴുക ന്യൂനപക്ഷവും കോൺഗ്രസ് കമ്മികളുമായിരിക്കും. എന്തെങ്കിലും അസ്വാരസ്യം ഉണ്ടായി എന്ന് കരുതുക, കലാപം പടരാതിരിക്കാൻ സർക്കാർ ഉടൻ ഇന്റർനെറ്റ് നിരോധിക്കും. പക്ഷേ ഇത് വിഘടനവാദികളുടെ സംഘങ്ങൾ ഉടൻ സാറ്റലൈറ്റ് ഫോണായ സ്റ്റാർലിംഗ് ഉപയോഗിച്ച് അപവാദ പ്രചാരണങ്ങളും പ്രകോപനം സൃഷ്ടിക്കുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളുമായി അവർ തുടരും. മണിപ്പൂരിലെ കുക്കി ചിൻ ഗ്രൂപ്പുകൾക്ക് ക്രിസ്ത്യൻ പള്ളി സമിതികളുടെയും അതോടൊപ്പം തന്നെ ബാസ്റ്റിക് ഗ്രൂപ്പുകളുടെയും ശക്തമായ പിന്തുണയുണ്ട്. മണിപ്പൂർ ഉൾപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ രാജ്യം പുതിയതായി ഉണ്ടാക്കുക എന്നത് US ഡീപ് സ്റ്റേറ്റിന്റെ ഒരു പ്രധാന അജണ്ടയാണ്. ഇതിൽ മ്യാൻമാറിന്റെയും ബംഗ്ലാദേശിന്റെയും ചില ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒരു ക്രിസ്ത്യൻ രാജ്യം രൂപീകരിക്കും എന്നത് വലിയ അജണ്ടയാണ് ഡീപ് സ്റ്റേറ്റിന്റെ. ബംഗ്ലാദേശിലെ സെന്റ് മാർട്ടിൻ ദ്വീപ് US സൈനിക കേന്ദ്രമാക്കാൻ വേണ്ടി വിട്ടുകൊടുക്കാൻ അമേരിക്കയിലെ ചില ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടെങ്കിലും അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന അതിന് വഴങ്ങിയില്ല. അധികം വൈകാതെ അവർ ആ സ്ഥാനത്ത് നിന്നും നീക്കപ്പെടുകയാണ് ഉണ്ടായത്. മണിപ്പൂരിന്റെ ഒരു ഭാഗം പോകാതിരിക്കുന്നതിന്റെ ഭാഗമായി മ്യാൻമാറിനും മണിപ്പൂരിനും ഇടയിൽ വേലി കെട്ടുന്ന പ്രവർത്തനം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട്.